രാഹുൽ, ഒരു കാര്യം, ആരാണ് ഈ 5 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? ഇവർ എവിടെ നിന്നുള്ളവരാണ്? അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ ഇപ്പോൾ? പക്ഷെ അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. അവരുൾപ്പെടെ 5 പേരാണെന്ന് മാത്രമാണ്. എവിടെ നിന്ന് വന്നവരാണ്, വിദേശികളാണോ അതെയോ സ്വദേശികളാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. അത് ഉടൻ തന്നെ ലഭ്യമാവുകയും ചെയ്യും. അതിനുശേഷം പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ കൂടി എത്തിക്കുന്നതായിരിക്കും. നിലവിൽ ഈ 5 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത് ആരാണ്? ഇത് അവിടുത്തെ സ്വകാര്യ റിസോർട്ടിന്റെ ഉടമകളാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വകാര്യ വ്യക്തികൾ തന്നെയാണ്. ഏതെങ്കിലും DTPCയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെതുമായിട്ടുള്ള ആളുകളല്ല ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന. രാഹുൽ, ഈ സ്വകാര്യ വ്യക്തികൾ അവരിൽ നിന്ന് വിവരം ശേഖരിക്കാൻ ശ്രമിക്കുക, ഒപ്പം തന്നെ ഈ ഹൈഡ്രയിലുള്ള ആൾക്കാരുമായുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടോ? അവർ ഒരു പാനിക് സിറ്റുവേഷനൊന്നും അല്ലാത്ത വിധത്തിൽ അവരെ അവിടെ വെക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് തിരികെ എത്തുക. അപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ്. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് 1.5 മണിക്കൂറായി കുടുങ്ങിക്കിടക്കുന്നത്. പുതിയൊരു ആശയമായിരുന്നു. 2 മാസമേ ആയുള്ളൂ ഇത്തരത്തിലൊരു കാര്യം ആരംഭിച്ചിട്ട്. അങ്ങ് ആകാശത്ത് മേഘങ്ങളെയൊക്കെ കണ്ട് അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അല്പം ലൈറ്റായ മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു ആശയത്തിന് പിന്നിൽ. നല്ലൊരു ആശയമാണ്, കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ആശയമാണ്. പക്ഷേ എന്നാൽ ഇവിടെ സംഭവിച്ചത് ഒരു അപകടമാണ്, സാങ്കേതിക തകരാറാണ്. എന്നാൽ 5 പേരും സുരക്ഷിതരായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, തുടരാം. ഇത്തരത്തിലൊരു സ്കൈ ഡൈനിങ് നടത്താൻ അനുമതി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം നാട്ടുകാർ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊരു സംവിധാനത്തിന് അവിടെ അനുമതി ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയുള്ള ഒരു സ്കൈ ഡൈനിങ്ങിന് കൃത്യമായിട്ടും ബദൽ മാർഗം കൂടി അവിടെ ഉണ്ടെങ്കിലേ അനുമതി ലഭ്യമാവുകയുള്ളൂ, സർക്കാരിന്റെ അനുമതി ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് അനുമതി ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും. പക്ഷേ ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈഡ്ര അത് തകരാറിലാകുന്നത്, അത് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ, അതായത് സാധാരണ നമ്മുടെ ഈ നാട്ടിൽ കണ്ടുവരാത്ത അല്ലെങ്കിൽ ഇടുക്കിയിൽ കണ്ടുവരാത്ത വിധത്തിലുള്ള ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹൈഡ്രയാണ്. അതിന്റെ മെക്കാനിക് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും. ഹൈഡ്രോളിക് പ്രഷറിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ പെട്ടെന്ന് റെഡിയാക്കാൻ അതിന് വിദഗ്ധരല്ലാത്ത ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യും. കാരണം ഈ ഹൈഡ്രോളിക് പ്രഷർ, നമുക്കറിയാം, ഹൈഡ്രോളിക് ഓയിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഈ ഹൈഡ്രോളിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഹൈഡ്രോളിക് പ്രഷർ പെട്ടെന്ന് റിലീസായാൽ ആ ഉയർത്തി വെച്ചിരിക്കുന്ന സാധനം പൂർണ്ണമായിട്ടും അത് റിലീസായി താഴേക്ക് വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതിന്റെ ഈ തകരാറിലായ സംവിധാനം റെഡിയാക്കാൻ വേണ്ടി കുറച്ച് സമയമെടുക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യമായിരിക്കില്ല. അപകടത്തിന്റെ തീവ്രത കൂടും, അപകടത്തിന്റെ ഒരു ആഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൈകാര്യം ചെയ്യുന്നത് വളരെ മിതത്വത്തോടു കൂടി മാത്രമായിരിക്കും, വളരെ ശ്രദ്ധയോടുകൂടി മാത്രമായിരിക്കും. അതിന്റെ കാലതാമസം എന്തായാലും നേരിടും. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു ഇതേ രീതിയിൽ തന്നെ 150 അടി ഉയരത്തിൽ ഉയർത്താൻ കഴിയുന്ന മറ്റേതെങ്കിലും ഒരു ഹൈഡ്ര എത്തിച്ചുകൊണ്ട് മാത്രമേ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതിനല്ല ഇതിന് മുകളിലേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സാഹസികമായി കയറി അവരെ റൂഫ് കെട്ടി താഴേക്ക് ഇറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളുണ്ട്. ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളോടുകൂടി മാത്രമേ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.